പാലക്കാട് മണ്ഡലത്തിൽ ഏറ്റവും ഒടുവിൽ നടന്നത് എന്താ? ലോക്സഭ തെരഞ്ഞെടുപ്പാണ് അല്ലെ? ഒരു ജനറൽ ഇലക്ഷന്റെ ഭാഗമായിട്ട് നടന്ന തെരഞ്ഞെടുപ്പാണ്. അവിടെ എല്ലാവരും കേരളത്തിലെമ്പാടും നോക്കുന്ന ഈ 20 മണ്ഡലങ്ങളിൽ പോലെ തന്നെ എല്ലാവരും പാലക്കാടും കണ്ടിട്ടുള്ളൂ. കാരണം ശക്തമായ മത്സരമാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് അതിനെയും കണ്ടിട്ടുള്ളത്. എല്ലാ രാഷ്ട്രീയ നേതാക്കളും അവിടെ തന്നെ തമ്പടിച്ച ഒരു പ്രചാരണത്തിനൊന്നും സാധ്യമായിട്ടുള്ള ഒരു സമയമല്ല. പക്ഷേ നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ UDF അവിടെ വന്നിട്ടുള്ള ലീഡ്, VK ശ്രീകണ്ഠന് വന്നിട്ടുള്ള ലീഡ് നോക്കിക്കഴിഞ്ഞാൽ 9706 ആണ്. അപ്പോൾ ഈ 9706 ആത്യന്തികമായി പാലക്കാട് മണ്ഡലത്തിൽ UDFന്റെ ലീഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാനും കഴിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 5-6 മാസം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് അവരുടെ ഫൈനലി അവർക്ക് അവിടെയുള്ള ലീഡ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ 9706 പക്ഷേ കഴിഞ്ഞ തവണ കിട്ടിയത് എന്തുകൊണ്ടായിരിക്കും? അത് അവിടെ മത്സര രംഗത്ത് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇദ്ദേഹം തന്നെയാണ്, കൃഷ്ണകുമാർ തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവനായിരുന്നു LDFന്റെ സ്ഥാനാർത്ഥി. പോളിറ്റ് ബ്യൂറോ അംഗമായിട്ട് കൂടിയും എന്നുള്ളതാണ്. അപ്പോൾ സാമാന്യം തരക്കേടില്ലാത്തൊരു ഭൂരിപക്ഷം അവർക്ക് ആ മണ്ഡലത്തിൽ ഉണ്ട്. 10,000-നടുത്ത ഭൂരിപക്ഷം എന്ന് വേണമെങ്കിൽ പറയാം. അതങ്ങ് നിലനിർത്തിയാൽ പോരെ? വളരെ എളുപ്പമല്ലേ? പാലക്കാട് മണ്ഡലത്തിലെ ഫലപ്രവചനത്തിന് നമുക്ക് ഒരു തടസ്സവുമില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ. 6 മാസം മുമ്പത്തെ കാര്യമാണ് ഈ പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ അതിൽ വിശ്വസിക്കുന്നില്ല? അതിൽ വിശ്വസിക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം നടക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഫലം എന്ന് നോക്കിക്കഴിഞ്ഞാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതാണ്. അവിടെ സംഭവിച്ചിരിക്കുന്നതോ, അവിടെ ഷാഫി പറമ്പിൽ എന്ന അതിന് തൊട്ടു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തിന് വിജയിച്ച ഷാഫി 3000 ചില്ലുവാനം വോട്ടിന് 3859 വോട്ടിനാണ് ജയിക്കുന്നത് എന്നാണ്. വളരെ സോ കണ്ടസ്റ്റഡ് ഒരു ട്രൈപോൾ ഒരു ട്രയാങ്കുലർ കോണ്ടസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ സംഭവിച്ചുകൊണ്ടാണ് പാലക്കാടിൻ്റെ സ്ഥിതി തന്നെ ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ നോക്കൂ, അപ്പോൾ ഈ 2 തരത്തിലുള്ള വിധി എങ്ങനെ ഉണ്ടാകുന്നു? ഒരേ മണ്ഡലത്തിലെ ഒരേ തരം മിക്കവാറും ഒക്കെ ഒരേ വോട്ടർമാർക്കിടയിൽ ഉണ്ടാകുന്നു. അപ്പോൾ രാഷ്ട്രീയമാണ് ഈ കണക്കുകളെക്കാളൊക്കെ രാഷ്ട്രീയം മാറി മാറി വരുന്നു. ഓരോ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അതിൻ്റെ ഫോക്കസ് മാറുന്നു തുടങ്ങിയ കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഈ 3806 വോട്ട് എന്നുള്ളത് നിങ്ങൾ നോക്കൂ. 3859 വോട്ട് ഷാഫിക്ക് ലീഡ് കിട്ടിയ അല്ലെങ്കിൽ ഭൂരിപക്ഷം കിട്ടിയ പാലക്കാട്ടെ 2021 ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, അവിടെ പാലക്കാട് നഗരസഭ കൂടാതെ പിരായിരി പഞ്ചായത്ത്, മാത്തൂർ, കണ്ണാടി ഇതാണല്ലോ ഉള്ളത്. പിരായിരി പഞ്ചായത്തിൽ ഷാഫിക്ക് LDFനേക്കാളാണ് ലീഡ് കിട്ടിയിരിക്കുന്നത്. 12,815 ഷാഫി ആണെങ്കിൽ 6,614 LDF ആണ് പിരായിരിയിൽ. മാത്തൂരിലോ 6,445 UDFന്, 6,475 LDF മുന്നിൽ. കണ്ണാടിയിലോ 5,965 UDF, 6,078 LDF. കണ്ണാടി, മാത്തൂർ 2 പഞ്ചായത്തിലും LDFന് നേരിയ ലീഡുണ്ട്. ഈ വളരെ ശക്തമായി മത്സരം നടന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം അവിടെ ശ്രീധരന് 2 മാത്തൂർ 3,960 കണ്ണാടിയിൽ 4,697 വോട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ ശക്തമായ തെരഞ്ഞെടുപ്പ് നടന്ന ഒരു ഘട്ടമാണ് നോക്കൂ. പക്ഷേ ഇതിനെയെല്ലാം മറികടക്കുന്ന രീതിയിൽ 3859 ലീഡ് നേടാൻ കഴിഞ്ഞത് നഗരസഭയെ തന്നെയാണ്. നഗരസഭയും പിരായിരിയും കൂടിയാണ് ആ ലീഡ് നേടാൻ. BJPക്ക് മേലുള്ള ലീഡ് എന്ന് പറയുന്നത് നഗരസഭയിൽ തന്നെയായിരുന്നു. അതെത്രയായിരുന്നു? 27,905 LDFനുണ്ടായിരുന്നത്. BJPക്ക് 34,140. അപ്പോൾ ഈ BJPക്ക് ഏറ്റവും വലിയ അവരുടെ ശക്തി കാണിക്കാൻ കഴിഞ്ഞ തിരഞ്ഞെടുപ്പും ആ പ്രദേശവും അതാണെന്ന് ഞാൻ പറയാം. ഒന്ന് തെരഞ്ഞെടുപ്പ്, അത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. 2 നഗരസഭയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് രണ്ടും കണക്കിലെടുക്കുമ്പോൾ നഗരസഭയിൽ നിന്ന് കിട്ടുന്ന മികച്ച വോട്ട് കൊണ്ട് മാത്രമേ BJPക്ക് അവിടെ ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ അത് UDF LDF മത്സരമാണ്. അപ്പം നഗരസഭ എടുത്തു നോക്കിക്കഴിഞ്ഞാലോ, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടതെന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 407 വോട്ടിൻ്റെയും 2019 500 വോട്ടിൻ്റെയും 2024 497 വോട്ടിൻ്റെയും ലീഡാണ് ആകെ BJPക്ക് ഉണ്ടായിരുന്നത്.
അപ്പോൾ ഇതെങ്ങനെയും മാറാം. നമ്മൾ ഈ കണ്ട ഇത്രയും വലിയ ലീഡ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ളതുപോലെ തന്നെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ചെറിയ ലീഡിലേക്ക് ഒരു BJP താഴ്ന്നേക്ക് പോകാം. ഇനിയൊരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണെങ്കിലോ ഇതിനെല്ലാം അട്ടിമറിക്കുന്ന രീതിയിൽ 13-ൽ 10 കൗൺസിലർമാരും അവരുടേതായി മാറാം. ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നൊരവസ്ഥ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് പൊളിറ്റിക്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ആ പൊളിറ്റിക്സിൽ പ്ലേ ചെയ്യപ്പെട്ട ഘടകങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ UDFന് അവർക്ക് അവരുടെ അടിത്തറ നിലനിർത്താവുന്ന തരത്തിലുള്ള ഒരു വിജയത്തിനുള്ള സാധ്യത അവർ നിലനിർത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. BJPക്ക് ഒരു വിജയ സാധ്യത ഞാൻ കാണുന്നില്ല. നാളെ ഇത് എന്തായി മാറിയാലും എനിക്ക് ഒന്നും പറയാൻ കഴിയില്ല. പക്ഷെ ഞാൻ ഭയക്കുന്നില്ല. ഞാനിതിപ്പോൾ അങ്ങനെ ഒരു കണക്കുകൂട്ടലിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ LDF മികച്ച ഒരു പോരാട്ടം കാഴ്ചവെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ LDF 2ാം സ്ഥാനത്തെത്തുകയും BJP 3ാം സ്ഥാനത്ത് പോവുകയും ചെയ്താലും ഞാൻ അത്ഭുതം കാണുന്നില്ല എന്ന് വരെ പറഞ്ഞു വെക്കുകയാണ്. ചേലക്കരയും വയനാടും പിന്നെ എൻ്റെ ഇത്രയധികം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പോകുന്നില്ല.